ഈ വേനൽക്കാലത്ത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള മസ്കുമെലൺ അഥവാ ഷമാം വെച്ചിട്ടുള്ള മസ്കുമെലൺ കോക്കനട്ട് സ്മൂത്തിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. നല്ല പഴുത്ത ഷമാം വേണം എടുക്കാൻ. ഇതിൻ്റെ തണ്ട് വരുന്ന ഭാഗം യെല്ലോ കളർ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാകമായിട്ടുണ്ടാകും. ഇതിൻ്റെ പകുതി മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു കപ്പ് ഷമാം തൊലിയെല്ലാം മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തേൻ ആഡ് ചെയ്യാം. അടുത്തതായിട്ട് അരക്കപ്പ് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം അരക്കപ്പ് നാളികേരത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി ജാർ ഓപ്പൺ ചെയ്ത് നോക്കി അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസ്കുമെലൺ കോക്കനട്ട് സ്മൂത്തി റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് ഫൈബർ കണ്ടൻറ്റും പൊട്ടാസ്യവും ഒക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ് ഷമാം എന്ന മസ്കുമെലൺ. അതുകൊണ്ട് ഇത് ഡൈജഷനെയും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും സഹായിക്കും. സാധാരണ ഷമാം വെറുതെ കഴിക്കുമ്പോൾ പലർക്കും ഇഷ്ടമാവില്ല അതിൻ്റെ ടേസ്റ്റ്. ഇതുപോലെ ചെയ്ത വളരെയധികം ടേസ്റ്റുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്